ഹായ് ഓൾ, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ടോസ്റ്റാണ്. ഓഫീസിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണിത്. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മുട്ടയാണ്. ഇത് ഞാനിപ്പം ഒരു 4 ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം വേണം എന്നനുസരിച്ച് നമുക്കതനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ 2 മുട്ട യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് പാലൊഴിക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ പാലൊഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സിന്നമൺ പൗഡർ ആഡ് ചെയ്യാം. ഇത് നമുക്ക് സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് ഇട്ടാൽ മതി, ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് വാനില എസൻസും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല, എനിക്കില്ലായിരുന്നു, അതുകൊണ്ട് ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. വാനില എസൻസും കൂടി ആഡ് ചെയ്യണം, നല്ലതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര, ഇത് ഓപ്ഷണലാണ്. പഞ്ചസാര കുറച്ചുകൂടെ ഹെൽത്തി ആവണമെങ്കിൽ പഞ്ചസാര നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് ബട്ടർ ചൂടാക്കാം. ബട്ടർ ചൂടാക്കിയിട്ട് നമ്മുടെ ബ്രെഡ് എടുത്തിട്ട് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വെച്ചിട്ട് അത് നമുക്ക് പാനിലിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. 2 സൈഡും നന്നായിട്ട് ഒരു ബ്രൗൺ കളർ വരുന്ന പോലെ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു സൈഡ് ഇപ്പം വെന്തു, അപ്പോൾ അതുകൊണ്ട് മറ്റേ സൈഡും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് ഏറെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് 2 സൈഡും ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. 2 സൈഡും നന്നായിട്ട് മുറിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. അത് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ചൂടോടുകൂടി കഴിക്കാൻ നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റാണ്.